ഒരു പ്രഭാതയാമം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് തൃപ്തിയുള്ള ജീവിതത്തെക്കുറിച്ചാണ്. ദൈവത്തിന് തൃപ്തിയുള്ളവരോട് വലിയ സ്നേഹമാണ്. തൃപ്തിയുള്ളവരെ കാണുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും മനുഷ്യനെ ദൈവം തൃപ്തിയാക്കുവാൻ വേണ്ടി കടന്നു വരും. ശക്തിമാന്മാരുടെ ഭക്ഷണം ഭക്ഷിച്ച ജനങ്ങൾക്കൊക്കെയും അവർക്ക് വേണ്ടുവോളം കൊടുത്തു, അവർക്ക് തൃപ്തി വന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മനുഷ്യൻ നമുക്ക് എന്തെല്ലാം തന്നിരുന്നാലും നമുക്ക് തൃപ്തി വരില്ല. മനുഷ്യരുടെ ഹൃദയം എപ്പോഴും അതൃപ്തിയുള്ള ഹൃദയമാണ്. എന്നാൽ ദൈവം നമ്മിൽ തൃപ്തി വരുത്തുവാൻ ആഗ്രഹിക്കും. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും എന്ന് കർത്താവ് തൻ്റെ ആദ്യത്തെ പ്രഭാഷണത്തിൽ താൻ ഉദ്ധരിക്കുകയുണ്ടായി. അപ്പോൾ തൃപ്തി വരുന്ന ഒരു ജീവിതം, തൃപ്തി വരുന്ന മനുഷ്യർ, തൃപ്തിയുള്ള വാക്കുകൾ, തൃപ്തിയുള്ള ചിന്താഗതി, തൃപ്തിയുള്ള മനോഭാവം, തൃപ്തിയുള്ള പ്രാർത്ഥന, തൃപ്തിയുള്ള ആരാധന, തൃപ്തിയുള്ള വിശ്വാസം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ തൃപ്തിയുടെ ഭാഗത്തുണ്ട്. അതിനങ്ങേപ്പുറത്ത് അതൃപ്തി നിറഞ്ഞ ജീവിതമുണ്ട്, അതൃപ്തിയുള്ള വിശ്വാസമുണ്ട്, അതൃപ്തിയുള്ള ആരാധനയുണ്ട്, അതൃപ്തിയുള്ള പ്രാർത്ഥനയുണ്ട്, അതൃപ്തിയുള്ള മനോഭാവമുണ്ട്. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നത് തൃപ്തിയുള്ള ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് നാം കാണണമെന്നാണ്. തൃപ്തിയില്ലാത്ത ജീവിതങ്ങൾക്ക് എന്തെങ്കിലും തൃപ്തി ആവശ്യമുണ്ടെങ്കിൽ അവൻ പ്രഭാതത്തിൽ നന്മ കൊണ്ട് തൃപ്തി വരുത്തുവാൻ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ യാചനയും നിലവിളിയും കേട്ട് സർവശക്തൻ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സന്ദർശിക്കും. ഈ തരുണത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് തൃപ്തിയുള്ള ഒരു വൃക്ഷത്തെ സാമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു വിശുദ്ധൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തെ താൻ വളരെ ഭംഗിയായി വർണ്ണിക്കുന്നുണ്ട്. 104-ാം സങ്കീർത്തനം 16-ാം വാക്യം, യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അതിൽ ഏത് വൃക്ഷമാണെന്ന് താൻ വ്യക്തമായി അവിടെ കൊടുക്കുന്നുണ്ട്. അവൻ നട്ടിട്ടുള്ള ലബനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ. അങ്ങനെ തൃപ്തി വരുന്നതായ വൃക്ഷത്തിൻ്റെ ചില ലക്ഷണങ്ങൾ അവിടെ വീണ്ടും എടുത്തു പറയുന്നു. ആകാശത്തിലെ സകല പക്ഷികളും വന്ന് അതിന്മേൽ കൂടുവയ്ക്കുന്നു, അവർ സമാധാനമായി പാർക്കുന്നു, അവരെ ഭയപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല, കാരണം അവർ ദൈവത്തിൻ്റെ വൃക്ഷത്തിന്മേൽ വസിക്കുന്നവരാണ്. ഈ ലബനോനിലെ ദേവദാരുക്കൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. സങ്കീർത്തനക്കാരൻ ലബനോനിലെ ദേവദാരുവിനെ എടുത്തു കാണിക്കുന്നതിനൊരു കാരണമുണ്ട്. നമ്മൾ ആരെങ്കിലും ലബനോനിലെ ദേവദാരുവിനെ കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷെങ്കിൽ ലബനോനിൽ പോയിട്ടുള്ളവർക്ക് അതിനെ നേരിട്ട് കാണുവാനുള്ള ഒരു അവസരം കിട്ടിയേക്കും. ലബനോനിൻ്റെ പതാകയിലെല്ലാം അവരുടെ ദേശീയ വൃക്ഷത്തിൻ്റെ ചിഹ്നം ഈ ദേവദാരുവിൻ്റെ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ദേവദാരുവിന് ചില വിശേഷതയുണ്ട്. ഏതാണ്ട് ചരിത്രകാരന്മാർ പറയുന്നത് 2700 വർഷം പഴക്കമുള്ള ദേവദാരുക്കൾ ലബനോനിൽ ഇപ്പോഴും അതിൻ്റെ പർവ്വതനിരകളിൽ ഉണ്ടെന്നാണ്. ദീർഘകാലം അത് പച്ചയോടെ നിൽക്കുന്നു. അതിൻ്റെ ഇലകളൊന്നും വാടിപ്പോകുന്നില്ല, കരിയില വീഴുകയോ അതിൻ്റെ ചുവടിൽ അശുദ്ധിയാവുകയോ ഒന്നുമില്ല, പരിശുദ്ധിയാണ്. ഈ ദേവദാരുവിൽ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റു വൃക്ഷങ്ങളെക്കാളിലെല്ലാം വളരെയധികം ഉയരത്തിൽ ജീവിക്കുന്നു. ഏതാണ്ട് 200 അടി 250 അടി ഉയരത്തിൽ ഇത് വളരും, തല ഉയർത്തി നിൽക്കും. വലിയ ഹെർമോനിയൻ പർവ്വതങ്ങളിലെ ശക്തിയേറിയ മഞ്ഞുവീഴ്ചകളിലും ഇത് തളരാതെ തല ഉയർത്തി നിൽക്കും. ശക്തിയുള്ള ബ്രാഞ്ചസ് അല്ലെങ്കിൽ ശാഖകൾ അതിനുണ്ട്. തൃപ്തിയുടെ സുഗന്ധം, ദേവദാരുവിൻ്റെ സുഗന്ധം എന്ന് പറയുമ്പോൾ ഫ്രാഗ്രൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ആ ദേവദാരു കൊണ്ട് പണിഞ്ഞിരിക്കുന്ന ഒരു ഫർണിച്ചർ ഉള്ള ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സുഗന്ധം നമ്മുടെ ഹൃദയത്തിൽ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും. അതൊരു നാച്ചുറൽ ക്രിയേഷനാണ്, അതായത് ഒരു പ്രകൃതിദത്തമായ ഒരു സന്തോഷമാണ്. സങ്കീർത്തനക്കാരൻ അതിനെ ഉദ്ധരിച്ചും കൊണ്ട് പറയുകയാണ്,
ലബനോനിലെ ദേവദാരുക്കൾ ദൈവം നട്ടിട്ടുള്ള വൃക്ഷങ്ങളാണ്. ആ വൃക്ഷത്തിൻ്റെ ഗുണം അതിന് തൃപ്തി വരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തൃപ്തിയില്ലാത്ത ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ ഈ ദേവദാരുവിനെ നോക്കി ചില പാഠങ്ങൾ പഠിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. തൃപ്തിയുള്ള വൃക്ഷങ്ങളിൽ മാത്രമേ ആകാശത്തിലെ സകല പക്ഷികൾക്കും വന്ന് സ്വൈര്യതയോടെ സുരക്ഷിതാബോധത്തോടുകൂടെ പാർക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ ആകാശത്തിലെ പക്ഷികൾ വന്ന് പാർക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് തന്നെ ആകാശത്തിലെ പക്ഷികളെക്കുറിച്ച് ഒരു നല്ലൊരു ഉപദേശം നമുക്ക് തരുന്നുണ്ട്. ശിഷ്യന്മാരോട് ഉപദേശിക്കയിൽ താൻ പറയുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും അവയ്ക്ക് വേണ്ടതൊക്കെയും സർവശക്തൻ നൽകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവിയെ പ്രഭാതത്തിൽ നമ്മെ ധരിപ്പിക്കുന്നത് ഈ ലോകത്തിൽ നമുക്ക് ധാരാളം വൃക്ഷങ്ങൾ കാണുവാൻ കഴിയുമെങ്കിലും ദേവദാരുവിനോളം ദൈവം വില കൽപ്പിക്കുന്നൊരു വൃക്ഷം വേറെ ഇല്ല എന്നാണ് തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ ഏത് പ്രതിസന്ധികൾ വന്നിരുന്നാലും മഞ്ഞുവീഴ്ചകൾ വന്നിരുന്നാലും അതൃപ്തിയില്ലാതെ ദൈവം നട്ടിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചൊരു ബോധം അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് നല്ലതുപോലെ വേരുകളെ താഴെ ഇറക്കി അത് ദൃഢതയോടെ നിലനിൽക്കുന്ന ഒരു ജീവിതം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ധാരാളം പ്രശ്നങ്ങളുണ്ട്. മഞ്ഞു പെയ്യും, പ്രതികൂലമായ കാറ്റ് വീശും. ചിലപ്പോഴൊക്കെ മഞ്ഞുകാറ്റെന്ന് പറഞ്ഞാൽ ഏത് ചെടികളുടെയും മരങ്ങളുടെ ചില്ലുകളെയൊക്കെ വളരെ ഉണക്കിക്കളയുന്ന, യൂറോപ്യൻ രാജ്യങ്ങളിലും കാശ്മീർ പ്രദേശങ്ങളിൽ കൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം, വളരെ മൂർച്ചയുള്ള തണുത്ത കാറ്റ് വൃക്ഷങ്ങളുടെ ഇലയെ കരിച്ചു കളയും. എന്നാൽ ദേവദാരുവിൻ്റെ വൃക്ഷത്തിൻ്റെ ഇലകൾക്ക് യാതൊരു കേടും വരുത്തുവാൻ അതിന് സാധിക്കുകയില്ല. ദൈവം നട്ടിട്ടുള്ള വൃക്ഷം. അതുപോലെയാണ് നീതിമാന്മാരുടെ ജീവിതവും. നീതിക്കായി വിശന്ന് ദാഹിക്കുന്ന മനുഷ്യരുടെ ജീവിതം അങ്ങനെ ഉറപ്പുള്ള ഒരു ജീവിതമായിരിക്കും. പ്രതിസന്ധികളിൽ അവർക്ക് അതൃപ്തി ഉണ്ടാകുകയില്ല. ദൈവം നട്ടിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ചും മലനിരകളെക്കുറിച്ചും അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും അതിന് വലിയൊരു അവബോധം അതിനുണ്ടായിരിക്കും. ദൈവം തക്ക സമയത്ത് അതിനാവശ്യമായ ഒരു നല്ല വളക്കൂറുള്ള മണ്ണിലാണ് തന്നെ നട്ടിരിക്കുന്നതെന്നും ദൈവം അതിനെ താങ്ങുന്നുവെന്നും നല്ല ബോധമുള്ള ഒരു വൃക്ഷം. നീതിമാന്റെ ജീവിതത്തിലും അങ്ങനെയൊക്കെയുള്ളതായ ചില ബോധം അവരുടെ ഹൃദയത്തിൽ കടന്നു വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇസ്രായേൽ മക്കളിൽ ദൈവം കണ്ടതായ ഏറ്റവും വലിയൊരു വീഴ്ച തൃപ്തിയില്ലാത്ത ജീവിതം പലപ്പോഴും അവരെ വേട്ടയാടി. ശക്തന്മാരുടെ ഭക്ഷണം അവർക്ക് കൊടുത്തു എങ്കിലും തിരുവചനത്തിൽ വായിക്കുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തു, വേണ്ടുവോളം കൊടുത്തു, അവർക്ക് തൃപ്തി വരും വണ്ണം അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ കൊതിക്ക് മതി വന്നില്ല. അപ്പോൾ കൊതി എന്ന് പറയുന്നതായ ഒരു സംഗതി മനുഷ്യ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന ഒരു ശാപമായിട്ട് മനുഷ്യ ജീവിതങ്ങളെ ബാധിക്കുന്ന ഒരു അനുഭവമുണ്ട്. കൊതി എന്തിനെയാണ് കൊതിക്കുന്നതെന്ന് അറിയാമോ? ഒന്ന് കഴിക്കുമ്പോൾ വേറൊന്നിനു വേണ്ടി കൊതിക്കുന്നു. മന്ന ഭക്ഷിക്കുമ്പോൾ മിസ്രൈമിലെ ആഹാരത്തെക്കുറിച്ചുള്ളതായ വലിയൊരു കൊതി. മത്തങ്ങ, ഉള്ളി, ചീര എന്ന് വേണ്ടതായ ഒരുപാട് കാര്യം, കലത്തിലെ മാവ് അതിൽ നിന്ന് വേണ്ട ഓരോരോ കാര്യം, ഇറച്ചിയുടെ കാര്യം, അത് ഇതെല്ലാം പറയുമ്പോൾ അവരുടെ വായിൽ നിന്നങ്ങ് കൊതിവെള്ളം വരുന്നത് പോലെ. എന്നാൽ മറുഭാഗത്ത് തലേ ദിവസം ദൈവം അവരെ പോഷിപ്പിച്ചു, ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും കൊടുത്തു എങ്കിലും അവരെ ബാധിച്ച ഒരു ബാധ കൊതി. നമ്മുടെ ജീവിതത്തിൽ കൊതി നമ്മെ ബാധിക്കുമ്പോൾ ദൈവം നട്ടിട്ടുള്ളതായ ആ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് അതൃപ്തി ഉണ്ടാകും. മാറി താമസിക്കണം, മാറിപ്പോണം, അല്ലെങ്കിൽ ഈ സ്ഥലത്തൊന്ന് മാറണം, എനിക്ക് ഈ സ്ഥലം പറ്റുന്നില്ല എന്നൊക്കെ ഒരുപാട് ചിന്തകൾ നമ്മെ ഭരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം നമ്മെ ആക്കിയിട്ടുള്ള സ്ഥലത്തെക്കുറിച്ച് നമുക്കൊരു ബോധം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം ഏത് സാഹചര്യത്തിൽ ആണെങ്കിലും പ്രതികൂലതയിലും അവിടെ വളരുവാൻ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ചില ഉദ്ദേശങ്ങളോടുകൂടിയാണ്. നമ്മെ നട്ടിട്ടുള്ളത് ചില പദ്ധതിയിൽ കൂടെയാണ്. നമ്മെ ചില സ്ഥാനങ്ങളിൽ ദൈവം കൊണ്ട് നടുന്നത്
ദൈവം അറിഞ്ഞും കൊണ്ടായിരിക്കും നമ്മെ അവിടെ നടുന്നത്. കാരണം നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് നാം സകല വൃക്ഷങ്ങളിലേക്കാളും കൂടുതൽ നമ്മുടെ തല ഉയർത്തി നിലനിൽക്കണം. നമ്മുടെ ജീവിതം താൽക്കാലികമാകരുത്. നമ്മുടെ ശാഖകൾ വെറും കുറച്ച് ദിവസത്തേക്ക് വളരുന്നതും പിന്നെ ഉണങ്ങിപ്പോകുന്നതുമാകരുത്. നാം ഇടുന്നതായ ഇലകൾ അത് പച്ചയായിരിക്കണം. അതെപ്പോഴും പച്ച സ്വഭാവം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുഷ്ടിയുള്ള ഒരു ജീവിതത്തിൻ്റെ സൂചകമായി തല ഉയർത്തി നിൽക്കുന്ന ജീവിതമായിരിക്കണം. കഷ്ടതയും ഇല്ലായ്മകളും പോരായ്മകളും ഒക്കെ ധാരാളം ലബനോൻ വനങ്ങളിലുമുണ്ട്, താഴ്വരകളിലുമുണ്ട്. കാലാവസ്ഥയെ സൃഷ്ടിച്ച ദൈവത്തിന് സകല ഇടങ്ങളിലും പ്രതികൂലത സാഹചര്യങ്ങൾ, കാലാവസ്ഥകൾ ഈ ഭൂലോകത്തിൻ്റെ സകല ഇടങ്ങളിലും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നാം ഇവിടെ വേനൽക്കാലത്തെ അഭിമുഖീകരിക്കുമ്പോൾ യൂറോപ്യൻ നാടുകളുടെ ചില ഭാഗങ്ങളിൽ അതിശൈത്യമായിരിക്കും. നമുക്ക് നല്ല മഴയുള്ളപ്പോൾ വേറൊരു നാട്ടിൽ മഴയേയില്ല. അങ്ങനെ അവിടെ ചൂടുകാലവും വേനൽക്കാലവും, ഒരു സ്ഥലത്ത് വേനൽക്കാലവും ഒരു സ്ഥലത്ത് മഴക്കാലവും മാറി മാറി വരത്തക്ക രീതിയിൽ മഞ്ഞും വെയിലും വെള്ളവും ഒക്കെ ദൈവം ഓരോരോ ഇടങ്ങളിൽ സൃഷ്ടിക്കുന്നു. പ്രതികൂലങ്ങളെ ദൈവം അവിടെ ഇവിടായി സൃഷ്ടിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിൽ നാം വായിക്കുന്നത്, ഞാൻ പ്രകാശത്തെ സൃഷ്ടിക്കുന്നു, ഞാൻ അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. എന്നാൽ പ്രകാശത്തിൽ നിൽക്കുന്നതായ വൃക്ഷങ്ങളും മനുഷ്യനും പ്രകാശത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നതായ അതിൽ പ്രകാശത്തിൻ്റെ അനുഭവം കണ്ട് ജീവിക്കുന്നവർ അന്ധകാരം കാണുമ്പോൾ കരയുന്നതിന് വേണ്ടിയല്ല, കണ്ണുനീരൊഴുക്കുന്നതിന് വേണ്ടിയല്ല, ഇനിയും അടുത്തൊരു പ്രഭാതം നമ്മെ തേടി വരുമെന്നുള്ളതായ ഒരു പ്രത്യാശ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറ്റുള്ളവർക്ക് വിശ്വാസത്താൽ ജീവിക്കുന്നവർക്കുള്ളതായ ഒരു അഭയം. നമ്മൾ പാർക്കുന്നവരൊക്കെയും വിശ്വാസത്തിൻ്റെ സൂചകങ്ങളായി, വിതയില്ല, കൊയ്ത്തില്ല, കളപ്പുരകളില്ല, എങ്കിലും ദൈവം എന്നെ നടത്തുമെന്നുള്ളതായ ഒരു തൃപ്തി. ദൈവം നമുക്ക് ആവശ്യമായതൊക്കെയും തരും. നമ്മുടെ വേരുകൾ കൂന്നി നിൽക്കുവാനുള്ളതായ മണ്ണിൻ കാടുകളൊക്കെ ദൈവം നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് സൃഷ്ടിക്കുക എന്നുള്ള ഒരു വിശ്വാസം. അങ്ങനെയുള്ളവർക്ക് അവരുടെ വേരുകൾ ഊന്നി ഉയരത്തിൽ വളരുവാൻ സാധിക്കും. പ്രതികൂലതയെ പ്രതികൂലതകളിൽ നിലനിൽക്കുവാൻ സാധിക്കും. ദൈവം ഈ പ്രഭാതത്തിൽ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദേവദാരുക്കളെ പോലെ സുഗന്ധമുള്ള ഒരു തടിയുള്ളവരായി, സുഗന്ധമുള്ള ഒരു ജീവിതമുള്ളവരായി, പറവകളോടും ആകാശത്തിലെ പക്ഷികളോടും വരുവീൻ, എൻ്റെ ശാഖകളിൽ കൂടുവയ്ക്കുവീൻ എന്ന് വിളിച്ചു പറയുന്നതായ ഒരു അനുഭവം. ഞാനും എൻ്റെ കുടുംബവും മാത്രമെന്നുള്ളതല്ല, സകലർക്കും നീതി വിളമ്പുന്നവരായി, നിന്റെ സമൃദ്ധിയിൽ നിന്ന് അനേകരെ പോഷിപ്പിക്കുന്നവരായി, സംരക്ഷണം കൊടുക്കുന്നവരായി, അങ്ങനെയുള്ള ഒരു ജീവിതങ്ങളെ ദൈവം ഇഷ്ടപ്പെടുന്നു. ദൈവം നട്ടിട്ടുള്ള ലബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ അവയ്ക്ക് തൃപ്തി വരുന്നു. അവയെ ദൈവം പോഷിപ്പിക്കുന്നു, അവയെ ദൈവം സംരക്ഷിക്കുന്നു. അവ എങ്ങനെയുണ്ടെന്ന് കാണുവാൻ ഓരോ ദിവസവും മലഞ്ചരിവുകളിലേക്ക്, ലബാനോൻ താഴ്വരകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്നു. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ജീവിതം സംതൃപ്തിയുള്ള ഒരു ജീവിതം, സന്തോഷമുള്ള ഒരു ജീവിതം, പ്രതികൂലതയിൽ നിലനിൽക്കുന്ന ജീവിതം, നമ്മുടെ കൊമ്പുകളെ തളർത്തിക്കളയുന്നവരല്ല, ഉയർന്നു നിൽക്കുന്ന ഒരു ജീവിതം. ഏത് അസൗകര്യങ്ങളിലും ഇല്ലായ്മകളിലും സംതൃപ്തിയുടെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ, ഈ അന്ധകാരങ്ങളും ഈ മഞ്ഞുകാലങ്ങളും ഒക്കെ ഒരു ദിവസം മാറും. ഒരു പുലരി എനിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടും. ആ ഒരു പ്രഭാതത്തിൽ ഞാൻ എൻ്റെ തലകളെ വീണ്ടും ഉയർത്തി എൻ്റെ കൊമ്പുകളെ നീട്ടും. എൻ്റെ ഉടയവന് വേണ്ടി പ്രതിഫലം കൊടുക്കുന്ന ഒരു ജീവിതം എന്നിൽ പ്രതിദാനം ചെയ്യുമെന്നുള്ളതായ ഒരു പ്രതീക്ഷ, ഒരു വാക്കുകൾ, ഒരു ചിന്ത ആർക്കുണ്ടോ അവരെ അനുഗ്രഹിക്കുവാനായി ഈ പ്രഭാതത്തിലും ദൈവം നമ്മെ ഉറ്റുനോക്കുന്നു. അങ്ങനെ ദൈവം നട്ടിട്ടുള്ള ദേവദാരുക്കളെ പോലെ ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.